ആത്മാവിന്റെ കാര്യം പറയുമ്പോൾ ഇതൊരു പഠന വിഷയമല്ലേ പുറത്തടക്കം. അപ്പോൾ ഈ പഠനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ആസ്ട്രോ പ്രൊജക്ഷൻ പോലുള്ള സാധനങ്ങളൊക്കെ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധനം കയ്യിലുണ്ടല്ലേ, എല്ലാ സാധനം കയ്യിലുണ്ടല്ലോ പ്രിൻസിയുടെ. ഗ്ലാഡ് ടു മീറ്റ് യു. പറയൂ. നമ്മൾ ആക്ച്വലി സംസാരിക്കുന്നത് ഇല്ലാത്ത, അറിയാത്ത, നമുക്ക് വ്യക്തത ഇല്ലാത്ത എന്തോ ഒരു ഇതിനെ കുറിച്ചാണ്. ഒരു ഇത് എന്നേ പറയാൻ കഴിയും. നിങ്ങൾ ഇനി എത്ര പുസ്തകം എഴുതിയാലും വായിച്ചാലും പ്രചരിപ്പിച്ചാലും അതത്രേ ഉള്ളൂ. ആത്മാവെന്ന് പറയുന്നത് ഇവരെ പൊതുവിൽ സംഘടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ശരീരത്തിനുള്ളിൽ നമ്മൾ, ഞാൻ എന്ന് തോന്നുന്ന ഒരു ബോധം എന്നൊക്കെയാണ് പറയുന്നത്. ഈ ബോധത്തിനാണ് ആത്മാവ്. ഇപ്പം ചിലൊന്നിനെ ചിലപ്പോൾ വേറെ ആയിട്ടായിരിക്കും എഴുതുന്നത്. 5 തന്നെ ഹിന്ദിയിൽ എഴുതുന്നോണം മലയാളത്തിൽ എഴുതുന്നതൊക്കെ വ്യത്യാസമല്ലേ. അപ്പം നമ്പർ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്, അബ്സ്ട്രാക്ട് സാധനം. അപ്പോൾ ആ നമ്പറാണ് നമ്മൾ. അപ്പോൾ ഇത് നിങ്ങളുടെ സിസ്റ്റമാണ്, ഇത് മൊബൈൽ. നിങ്ങൾ മരിക്കുമ്പോൾ ഈ നമ്പർ എടുത്ത് വേറൊരാൾക്ക് കൊടുക്കും. നിങ്ങളുടെ മൊബൈലാണ്. പ്രിൻസി എന്ന് പറയുന്നൊരു മൊബൈലാണ്. പ്രിൻസി മരിക്കുന്നു, ആ നമ്പർ ഉണ്ടല്ലോ അതെടുത്ത് വേറെ മൊബൈലിലേക്ക് കയറും. അവർ സർവീസ് പ്രൊവൈഡർ ആയിട്ടുള്ള അദ്ദേഹം എടുത്ത് കൊടുക്കും. അപ്പോൾ എന്തറിയോ, പ്രിൻസ് ഈ നമ്പറിൽ നിന്ന് വിളിച്ചിട്ടുള്ള കോളുകൾ, വളരെ ക്രിട്ടിക്കലായിട്ട് ചില ചാറ്റുകൾ, ഇതൊക്കെ ഉണ്ടല്ലേ, ഇതിൻ്റെയൊക്കെ ഭയങ്കര മോശമായിരിക്കും. ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഈ നമ്പർ കിട്ടുന്നവനായിരിക്കും. അവനായിരിക്കും കോളൊക്കെ കിട്ടുന്നത്. പോലീസുകാർ വിളിക്കണ്ടേ, ഈ നമ്പറിൽ നിന്നാണല്ലോ ചാറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങളുടെ എല്ലാം ഫലം അനുഭവിക്കുന്ന ആരാ? ഈ നമ്പർ കിട്ടുന്നവനാ. ഇതിനാണ് മുജ്ജന്മ പാപം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നല്ല നിങ്ങളുടെ നമ്പർ എവിടെ നിന്ന് വന്നിട്ടില്ല, വേറെ ആരാണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു എന്താ പറയുന്ന ഒരു അലക്സാണ്ടർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ പ്രിൻസിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ അലക്സാണ്ടർ എന്തൊക്കെ ചെയ്തോ ആ ഒരു സംഗതി, ആ ചാറ്റ്, മറ്റേ ബന്ധങ്ങൾ, അതൊക്കെയാണ് യഥാർത്ഥത്തിൽ പ്രിൻസിയുടെ ഇപ്പോഴത്തെ ജീവിതം നിയന്ത്രിക്കുന്നത്. ഈ പ്രിൻസി എന്തൊക്കെ ചെയ്യുന്നു അത് ഈ നമ്പർ പിന്നെ കിട്ടുന്നാക്കുകയും. ഇതാണ് മുജ്ജന്മം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നമ്പർ നിങ്ങളല്ല, ഇത് ശരീരമാണ്, മൊബൈലല്ല, നമ്പറാണ്. മൊബൈൽ മാറ്റാം. ഈ മൊബൈൽ ഇപ്പോൾ ഇരിക്കുന്നു ഗാലക്സി, ഓക്കെ, കൂടിയൊരു മൊബൈൽ ഞാൻ പറയുകയാണ്, ഇതെടുത്ത് വേണേൽ നോക്കിയിലിടാം. സാറ് പറയുന്നത് മുജ്ജന്മം ഉണ്ടാവും ഒരു മനുഷ്യന്. അതാണ് അവർ പറയുന്നത്. ഞാനൊരു പൊട്ടത്തരം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ മുജ്ജന്മ പാവം എന്നൊക്കെ പറയുന്നൊരു അങ്ങനെ ഒരു ജന്മവും ഇല്ല, ഇനി വരാനുള്ള ജന്മം അങ്ങനെയൊന്നുമില്ല. അതായത് നിങ്ങളിപ്പോൾ ജീവിക്കുന്നു. ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്താൻ പറ്റും എന്ന് പറയുന്നു, അതൊരു പഠനമാണെന്ന് പറയുന്നു. വീണ്ടും അതന്നെ. എന്താണ് ഈ ആത്മാവ് വേർപെടുത്താൻ? നിങ്ങൾ മരിക്കുന്നു, ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല. അടുത്ത ജന്മത്തെ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത് നിങ്ങളിപ്പോൾ ബാധിക്കുമോ? ഇല്ല. പിന്നെ ഇതിന് വഴി പറയും. കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് ഒരു ഓർമ്മയില്ല. ഇനി വരാൻ പോകുന്ന ജന്മത്തിൽ എന്ത് നടക്കാൻ പോകുന്നത് നിങ്ങളെ ബാധിക്കാനും പോകുന്നില്ല. ഇല്ലല്ലോ. പിന്നെന്തിനാണ് ഇതിനെക്കുറിച്ചൊരു ചർച്ച? ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. ഉണ്ടോ? പക്ഷേ ഇപ്പോൾ ഈ നമ്മുടെ കാലത്ത് ഇപ്പോൾ ഭയങ്കര വ്യാപൃതമാണ് ആത്മാവിനെ കണ്ടുപിടിക്കാനുള്ള ഉപകരണം എന്നൊക്കെ പറഞ്ഞ്. ഇതെല്ലാം ഒരേപോലെ തട്ടിപ്പാണ് പ്രിൻസി. ഈ ചോദ്യങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, റിലീജിയൻ പോപ്പുലർ അല്ലേ, മില്യൺസ് ഓഫ് ആൾക്കാർ ഫോളോ ചെയ്യുന്നല്ലേ, എന്നിട്ട് അത് ഫുൾ ഉടായ്പല്ലേ. അതേപോലെ അതിൻ്റെ ഉപവിഭാഗം, അപ്പോൾ ജ്യോതിഷം, ഇതേ കണക്ക് തട്ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഇത്രയും പേര് ജ്യോതിഷം ഇത് ചെയ്യുന്നു, സയൻറ്റിസ്റ്റുകൾ അത് വിശ്വസിക്കുന്നു, പിന്നെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകളുടെ എണ്ണം വെച്ചല്ല ഒരു കാര്യത്തിൻ്റെ വസ്തുത നിയന്ത്രിക്കുന്നു. ഒരു കാര്യം ശരിയും തെറ്റും ആകുന്നതിനെ എത്ര പേര് പിന്തുണയ്ക്കുന്നു, എത്ര പുസ്തകങ്ങൾ എഴുതപ്പെട്ടു എന്നുള്ളതിനെ ആശ്രയിച്ചല്ല. മനസ്സിലായോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വോട്ടിനിട്ടാണോ ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവം ഉണ്ടെന്ന് തെളിയിക്കുക. എങ്ങനെയാണ്? എല്ലാവരോടും വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. ദൈവം ഉണ്ട് എന്നുള്ളതിന് ഭയങ്കര വോട്ട് കിട്ടും. 80% ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നു ദൈവമുണ്ട്. ദൈവം ഉണ്ടാവുമോ? 90% വോട്ട് ചെയ്താൽ ഉണ്ടാവുമോ? ഇല്ല. വിഭ്രാന്തി എപ്പോഴും വിഭ്രാന്തി തന്നെയാണ്. മനുഷ്യന് അന്ധവിശ്വാസങ്ങളുണ്ട്, ഒരുപാട് പേരത് പിന്തുടരുന്നു എന്നുള്ളതുണ്ട്. അത് ശരിയാണ് അല്ലെ വസ്തുതയാണെന്നുള്ളത് തെളിവല്ല. അതാദ്യം മനസ്സിലായി. സയൻസിൻ്റെ ഒരു രീതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് എവിഡൻസ് ആണ്. അതായത് തെളിവുകളുടെ സമഗ്രാധിപത്യം. തെളിവുള്ളതാണ് ശരിയായിട്ടുള്ള കാര്യം. നിലനിൽക്കുന്ന ഒന്നിന് തെളിവിൻ്റെ ആവശ്യമില്ല. അത് തന്നെയാണ് തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാൾ കൂടി ആയതുകൊണ്ട് പറയാണ്, ഈ ജ്യോതിഷം അത് ഇത്രയും പോപ്പുലർ ആവാൻ ഇടയായൊരു കാരണം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ബന്ധുവിൽ കൂടി കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ ചെന്നിട്ട് ചോദിക്കായിരിക്കും, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവർ പറയും ഇന്നത് ചെയ്താൽ മതി, മാറിക്കോളും എന്ന് പറയുന്നു. പക്ഷെ അവരത് മാറുന്നു പെട്ടെന്ന്. അപ്പോൾ അവർ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അവർ ചെല്ലുമ്പോൾ അവരോട് പറയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ വിഷയങ്ങളില്ലേ, ഇങ്ങനത്തെ സംഭവിച്ചിട്ടില്ലേ എന്ന് മുൻകൂട്ടി അവരോട് പറയുകയും കൂടി ചെയ്യുമ്പം അവരതങ്ങ് വിശ്വസിക്കുകയാണ്.
അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവും. അപ്പോൾ അവർ പെട്ടെന്ന് ഇതെങ്ങനെ ഇവർക്കറിയാം എന്ന് ചോദിക്കുന്നു. ജ്യോതിഷത്തിലൂടെ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അത് ഞാൻ പകിട 13 പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതൊരു DC ബുക്സ് ഇറക്കിയാണ്, 2013 എഴുതിയാണ്. കിട്ടുകയാണെങ്കിൽ താങ്കളൊന്ന് വായിക്കുക. ഇത്തരത്തിൽ ജ്യോതിഷം ശരിയായിട്ടോ ജ്യോതിഷത്തിൻ്റെ സംഗതി ശരിയായിട്ടോ അല്ല ഇത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നത്. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ മുത്തപ്പൻ്റെ കോവിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നത് മുത്തപ്പൻ്റെ കോവിൽ പോകുന്നതുകൊണ്ടല്ല. മനസ്സിലായില്ലേ? ഒരാളിൽ നിന്ന് ബാധ ഇറക്കുന്നത്, ബാധയെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതിനെ ഇറക്കുന്നതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ബാധയെന്ന് പറഞ്ഞൊരു അന്ധവിശ്വാസം നിൽക്കുള്ളതുണ്ട്. ഇതെല്ലാം മസ്തിഷ്കപരമായിട്ടാണ്, നമ്മുടെ മസ്തിഷ്കത്തിലാണ് ഈ സാധനം എല്ലാം ഉള്ളത്. ഇപ്പോൾ ജ്യോതിഷവും ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പണ്ടൊക്കെ ചെറിയ ആദ്യഘട്ടത്തിലൊക്കെ പറയുന്ന 5 കാര്യം. ഒരാൾ പ്രാർത്ഥിക്കുന്നു, ഹസ്തരേഖ എല്ലാം പറഞ്ഞു, പ്രാർത്ഥിക്കുന്നതിൽ ഒരു 20% കാര്യങ്ങൾ ഏതാണ്ട് അതേപോലെ നടക്കും. ഒരു 20% നടക്കുന്നത് പോലെ ഒരു സെമി, ബാക്കി ഒരു 20% നടക്കുന്നുമില്ല, നടക്കുക ന്യൂട്രലാണ്. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, പല ടെക്നിക്കും നോക്കി, വഴങ്ങുന്നില്ല. പുള്ളി ഒരു എസ് പറയുന്നില്ല. പിന്നെ ഇതുണ്ട്, നമ്മൾ എന്തോ പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ഏതാണ്ട് എതിർ ദിശയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ 20%. പിന്നെ ലാസ്റ്റ് 20% ഉണ്ട്. നിങ്ങൾ തെക്കോട്ടെന്ന് പറയുമ്പോൾ വടക്കോട്ടെന്നായിരിക്കും സംഭവിക്കുന്നത്. നിങ്ങൾ ജയിക്കാൻ പ്രാർത്ഥിക്കും, തോക്കും. നിങ്ങൾക്ക് കിട്ടാൻ പ്രാർത്ഥിക്കും, നിങ്ങൾ പോകും. ഈ 5 ഇത് ആലോചിച്ചാൽ മതി. മൊത്തം നടക്കും, ഭാഗികമായിട്ട് നടക്കും, ന്യൂട്രലായിരിക്കും, ഏതാണ്ട് എതിരായിരിക്കും, കട്ട എതിരായിരിക്കും. നിങ്ങൾ ഏത് പ്രാർത്ഥന നടത്തിയാലും ഈ 5 ഫലങ്ങൾ സാധ്യമാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഈ സമയം നോക്കുന്നത്? കേൾക്കൂ, ഈ 5 ഫലങ്ങൾ സാധ്യമാണ്. നിങ്ങളൊരു അന്ധവിശ്വാസിയാണെങ്കിൽ ഇത് കണ്ടല്ലേ ഫുള്ള് നടക്കുന്നത്, അതും സെമി നടക്കുന്നത്, പകുതി നടക്കുന്നത്, ഇത് രണ്ടും എടുത്തുകൊണ്ട് നിങ്ങളൊരു ഘോര അന്ധവിശ്വാസിയായിട്ട് ജീവിക്കും. ബാക്കി 3 നിങ്ങൾ തള്ളും. ന്യൂട്രൽ, എഗെയിൻസ്റ്റ്, ഫുള്ളി എഗെയിൻസ്റ്റ്. ഇതാണ് ഒരു അന്ധവിശ്വാസിയുടെ ബ്രെയിൻ ഫങ്ഷനിങ്. അങ്ങനെയാണ്. ഇതേ അന്ധവിശ്വാസിയാണ് ജ്യോതിഷക്കാരൻ്റെക്ക് പോകുന്നത്, ഇതേ അന്ധവിശ്വാസിയാണ് വാസ്തുക്കാരൻ്റെക്ക് പോകുന്നത്, ഇതേ അന്ധവിശ്വാസിയാണ് പിൽഗ്രിമേജ് നടത്തുന്നത്, കോവിലിൽ പോകുന്നത്. ആക്ച്വലി ഈ സാധനം കൊണ്ട് ഈ സാധനം ഉണ്ടല്ലോ നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ക്രൈനിയത്തിലുള്ളിരിക്കുന്ന 1350cc ജെല്ലി, ഈ ജെല്ലിയാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. അപ്പോൾ ഈ റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ പോലും പൂജ നടക്കുന്നുണ്ടല്ലോ. അതെ, ഈ ജെല്ലിയാണ് എൻ്റെ കാരണം. ഈ ജെല്ലിയിൽ ആണ് ഈ സാധനം ഉള്ളത്. അപ്പോൾ യക്ഷി ഉള്ളത് എവിടാ? യക്ഷിയെ പേടിക്കുന്നത് എന്തുകൊണ്ടാണ്? യക്ഷി ഉണ്ടായിട്ടാണോ? യക്ഷി അങ്ങനെ ജനിച്ച് മരിച്ച യക്ഷി വല്ലതും ഉണ്ടോ? ഇല്ല. പക്ഷേ യക്ഷിയെ പേടിയില്ലേ നമുക്ക്? അപ്പോൾ യക്ഷിയെ പേടിക്കാൻ യക്ഷി ഉണ്ടാവേണ്ട കാര്യമില്ല, ദൈവത്തെ പേടിക്കാൻ ദൈവം ഉണ്ടാവേണ്ട കാര്യമില്ല. ഇതെല്ലാം ഉണ്ടാക്കുന്ന ഏതാണ്? ഈ ജെല്ലി. നിങ്ങൾ സിനിമയിൽ നിങ്ങളിപ്പോൾ സ്വപ്നങ്ങളുണ്ടാവും, ഈ സ്വപ്നങ്ങളുണ്ടാവുന്നതും ഭാവനകളുണ്ടാവും. ഇതെല്ലാം എവിടെ ഉണ്ടാവുന്നത്? ഈ സാധനത്തിലാണ്, ഈ ജെല്ലി. നീ പറയുന്ന സാധനമെല്ലാം ജെല്ലി പ്രോഡക്റ്റാണ്. അല്ലാതെ ഈ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം ഇതൊന്നും അല്ല. ഇതൊന്നും ഇല്ലെങ്കിലും ഇത് വർക്ക് ചെയ്യും. ഇതിന് പവറൊന്നുമില്ല, കണക്ഷനൊന്നുമില്ല. ഇതെല്ലാം നിങ്ങളുണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടായത്. നിങ്ങൾ അമ്പലത്തിൽ ചില ആൾക്കാർ പള്ളിയിലായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, സ്ഥലമല്ല പ്രധാനം, നിങ്ങൾ അതുണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയാണെങ്കിൽ മനുഷ്യൻ വിശ്വസിക്കേണ്ടത് എന്തിലാണ്? മതം, രാഷ്ട്രീയം, ഇതൊക്കെ മനുഷ്യന് വിശുദ്ധമാണെന്നാണോ? പ്രിൻസി, ഈ വിശ്വാസം എന്ന് പറയുന്നത് ഉള്ള വസ്തുക്കളിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഇപ്പോൾ സൂര്യനിൽ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സൂര്യൻ ഉണ്ട്. നമ്മൾ എഴുന്നേറ്റ് പോകേണ്ടി വരും. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇരുട്ടാവും, പ്രകാശമാവും. അപ്പോൾ ഉള്ളതിന് വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വിശ്വാസം വേണ്ടുന്ന ഏതിനാണ്? ഇല്ലാത്തതിനെ ഉണ്ടാക്കി കൊണ്ടുവരാൻ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. രാഷ്ട്രീയത്തിൽ വിശ്വസിക്കേണ്ടതാണ് അല്ല, ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ പ്രേതം എന്ന് പറയുന്ന സാധനം ഇല്ല, നമുക്കതിനെ വിശ്വസിച്ചുണ്ടാക്കാം. ബാധ എന്ന് പറയുന്ന സാധനമില്ല, വിശ്വസിച്ചുണ്ടാക്കാം. എന്നിട്ട് ബാധ കയറി നടക്കാം. മനസ്സിലായി? രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു സെമാൻറ്റിക് കൊണോട്ടേഷനാണ്. രാഷ്ട്രീയത്തിൽ എന്താണ് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ? വിശ്വസിക്കാമല്ലോ, രാഷ്ട്രീയം ഒരു പ്രോസസ്സാണല്ലോ. ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകളെ തിരഞ്ഞെടുക്കുന്ന രീതി, പരസ്പരം ഐക്യപ്പെട്ടു പോകുന്ന രീതി, പരസ്പരം റെഗുലേറ്റ് ചെയ്യുന്ന രീതി, സ്റ്റേറ്റ്, അങ്ങനെയൊക്കെയുള്ള സാധനം. അതിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥം? ഇതേ അർത്ഥത്തിൽ അത് അവിടെ ശരിയാവുമോ? താങ്കളുടെ ആശയങ്ങൾ വെച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകണമെന്നല്ല അതിൻ്റെയോട് വിശ്വസിക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് കക്ഷി രാഷ്ട്രീയ ജ്വരം ഇല്ല, കക്ഷിയുടെ താല്പര്യമില്ല. ഐ എം നോട്ട് ഇൻ സച്ച് എ പവർ. പണ്ടൊക്കെ എനിക്ക് കക്ഷി രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് പാർട്ടികൾ ജയിക്കുക, ഞാനിങ്ങനെ
ഇലക്ഷനൊക്കെ വരുമ്പോൾ അവരുടെ സീറ്റും വോട്ടും ഒക്കെ നോക്കി വെക്കുക, ഇലക്ഷൻ റിസൾട്ടൊക്കെ വരുമ്പോൾ തലേന്ന് രാത്രി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ പണ്ടത്തെ കാലം പാർട്ടി അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലൈക്ക് ഇപ്പോൾ എനിക്കില്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാ പാർട്ടിയും ഞാൻ ഒരേപോലെയാണ് കാണുന്നത്. ഐ ഡോണ്ട് സീ എനി ഡിഫറൻസ്. ഇപ്പോൾ സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഗൂഗിളിൽ താങ്കളുടെ പേര് സെർച്ച് ചെയ്യുമ്പോഴും താങ്കൾ നിരീശ്വരവാദി എന്ന ലേബലിലാണ് പെട്ടെന്ന് വായിക്കുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ നിരീശ്വരവാദിയെ നിൽക്കിപ്പോൾ ലിറ്റ്മസ് പോലുള്ള പരിപാടികൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 19-ന് ലിറ്റ്മസിൻ്റെ ഒരു പരിപാടി ഉണ്ട്. അതിലടക്കം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, മതത്തെ അടക്കം ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ നിൽക്കുമ്പം താങ്കൾക്ക് നേരിടേണ്ടി വന്ന പരിഹാസങ്ങൾ എന്തൊക്കെയാണ്? കാരണം ഇങ്ങനൊരു ആശയം, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ രാഷ്ട്രീയമാണെങ്കിലും സിനിമയാണെങ്കിലും അടക്കം ഈ ഭക്തിയോ മതമോ ശക്തമായി പ്രതിഫലിക്കുന്ന ഒരു സമൂഹത്തിൽ ഇതെല്ലാം ഇല്ല എന്ന് പറഞ്ഞ് താങ്കൾ രംഗത്ത് വരുമ്പോൾ താങ്കൾ നേരിടേണ്ടി വന്ന പരിഹാസങ്ങൾ എന്തൊക്കെയാണ്? പരിഹാസം വെച്ച് പറഞ്ഞാൽ മതത്തെ എതിർക്കുമ്പോൾ മതക്കാർ ഭയങ്കര അവർ വൈകാരികമാണ്. മതം എന്ന് പറഞ്ഞാൽ വൈചാരികതയാണ്, അല്ലാതെ തെളിവ് അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയൊരു കാര്യമല്ല. തെളിവ് വന്നാൽ അത് പോവുകയില്ല. അതാണ് രസം. ഈ വൈകാരികതയുടെ ഉദാഹരണമായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രണയിക്കുന്ന ഒരു വ്യക്തി മോശമാണെന്ന് എല്ലാ തെളിവുകളും വന്നാലേ അങ്ങനെ ആവാൻ വഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മസ്തിഷ്കമാണ് നമുക്കുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെളിവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ അടയാളങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു സാധനം അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, പണ്ടത്തെ ഒരു സ്ഥലം അത് അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, രഥം വരഞ്ഞ കല നോക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും. തെളിവ് എന്നുള്ള പദത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കേണ്ടി വരും. എനിക്ക് തെളിവെന്ന് പറഞ്ഞാൽ തെളിവ് പോലെ തോന്നുന്ന എല്ലാം തെളിവല്ല, വാലിഡ് എവിഡൻസ് എന്നാണ് പറയുന്നത്. ഒരു കാര്യം മിന്നുന്നൊന്നും പൊന്നല്ല എന്ന് പറയാം. മഞ്ഞ ആയതുകൊണ്ട് സ്വർണ്ണം എന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുമോ? ഇല്ല. തെളിവ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ തെളിവാകുന്നതിന് ഒരുപാട് അതിന് മാനദണ്ഡങ്ങളുണ്ട്. ആക്ച്വലി ലോജിക്ക് കൂടെ അതിന് പറയേണ്ടി വരും. അതിന് നമ്മൾ സമയം പോകും. സാധുവായ തെളിവ് എന്ന് പറയുന്നത് ഈ നിങ്ങളീ പറഞ്ഞ സാധനങ്ങൾ നിങ്ങളെ വീണ്ടും വിഡ്ഢിയാക്കാനായിട്ട് കൊണ്ടുവെക്കുന്ന സാധനമാണ്. ആദമിൻ്റെ കാൽപാദം എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ ഒരു ചക്ക പോലെ ഒരു സാധനം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന കല്ലൊക്കെ ചില അമ്പലത്തിന്റെ പ്രത്യേകതയാണ്. അതൊക്കെ പറയുന്നത് ദൈവികമുള്ളതുകൊണ്ടാണ് അത് പൊങ്ങി നിൽക്കുന്നതെന്നാണ്. ആണോ? എങ്ങനെയായിരിക്കും ഒരു സാധനം വെള്ളത്തിന്റെ മേളിൽ പൊങ്ങിയിരിക്കുക? അതിൻ്റെത് കമ്പാരിറ്റീവ്ലി സാന്ദ്രത കുറയുമ്പോഴാണ് സാന്ദ്രത കുറയും എന്തെങ്കിലും ഒരു സെറ്റപ്പ്. അതായത് ഒരു സാധനം വെള്ളത്തിന്റെ കീഴെ പോകണമെങ്കിൽ അതിന്റെ സാന്ദ്രതയേക്കാൾ കൂടുതലാണെങ്കിലാണ് കീഴെ പോകുന്നത് അല്ലേ? നമ്മൾ കപ്പൽ തന്നെ നിൽക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. ബോയൻ ഫോഴ്സ് അറിയാമല്ലോ. അതിന് വിപരീതമായിട്ട് ലോകത്തൊന്നും നടക്കില്ല. ഇപ്പോൾ തന്നെ പറഞ്ഞ ശനി എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു സമുദ്രത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് പൊങ്ങിക്കിടക്കും. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഒരു സ്പേസിനായിട്ടുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. വെള്ളത്തിൻ്റെ മേളിൽ വെള്ളത്തേക്കാൾ സാന്ദ്രതയുള്ള ഒരു സാധനം വെള്ളത്തിലൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സാധനം അടിയിൽ പോകും, വെള്ളം മേളി വരും. പക്ഷേ താങ്കൾ ഇത് എത്ര ഉറക്കെ പറഞ്ഞാലും ഇത് കേൾക്കാൻ പോകുന്ന ആളുകൾ എത്രയുണ്ടാവും എന്നാണ് താങ്കൾക്ക് തോന്നുന്നത് നിലവിലെ സാഹചര്യത്തിൽ? അല്ല, അത് ഞാൻ പറയില്ല, ഇറ്റ്സ് എ മൈനോറിറ്റി പൊസിഷൻ. അങ്ങനെയൊന്നും ഇപ്പോൾ എല്ലാവരും കയറി ഇത് മനസ്സിലാക്കി ഇങ്ങനെ വരും, അങ്ങനെ ഈ പ്രതീക്ഷകൾ അങ്ങനെയൊന്നും ഇല്ല ഇതിനകത്ത്. എന്താണ് പ്രിൻസ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. നമ്മളിപ്പോൾ ആളിനെ കൂട്ടി സീറ്റ് നേടുക അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വിജയിക്കുക അല്ലെങ്കിൽ ഇതൊന്നും ഇതിനകത്തില്ല. ഇത് ചുമ്മാ നമുക്കൊരു പാഷൻ, എനിക്കിഷ്ടമാണ്, കുറേ ആളുകൾക്കെങ്കിലും ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകുന്നത് നല്ലതാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, സെൽഫ് മോട്ടീവ്. എൻ്റെ പൈസയും എൻ്റെ സമയവും എൻ്റെ ഊർജ്ജവും ചിലവഴിച്ച് നിങ്ങൾ ഈ പറയുന്ന തെറിയൊക്കെ കേട്ട് ചില സാധ്യതകൾ ബലികഴിച്ച് ഞാൻ പോകുന്നത്. ഇതെൻ്റെ ഒരു ചിലർ വയലിൻ ആയിരിക്കും ചിലർക്ക് ഇഷ്ടം, ചിലർക്ക് യാത്രകളായിരിക്കും ഇഷ്ടം, ചിലർക്ക് പലർക്കും പല കാര്യങ്ങളായിരിക്കും. എനിക്കിതൊക്കെ പറയുകയും സംസാരിക്കുകയും നിങ്ങളെപ്പോലുള്ള ആളുകളുമായിട്ടൊക്കെ ഇടപഴകുകയും ചെയ്യുന്നതാണ് എനിക്ക് സന്തോഷം. എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു എന്നല്ലാതെ എനിക്കല്ലാതെ ഇപ്പോൾ ഇത് മറിച്ച് കളയാം, ഇത്ര % ആളുകളെ എത്തിസ്റ്റാക്കി കളയാം, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ലിറ്റ്മസ് ചെയ്യുന്നു, അവിടെ നമ്മളൊരു മിനിമം ഏറ്റവും മിനിമം ഒരു 5,000 ആൾക്കാർ വരാറുണ്ട് എല്ലാ ലിറ്റ്മസിലും. ഇറ്റ് ക്യാൻ ബി അപ് ടു 8,000 or 10,000, ഐ ഡോണ്ട് നോ. അതങ്ങനെ വരുന്നു, ആളുകൾ വരുന്നു, ഞങ്ങളിങ്ങനെ സംഘടിപ്പിക്കുന്നു, അവിടെ പരിപാടികൾ നടക്കുന്നു. ചെറുപ്പക്കാർ ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട്. തിരിച്ചറിഞ്ഞാൽ അവർക്കും കൊള്ളാം, നിങ്ങളൊരു എത്തിസ്റ്റായാൽ നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങളുടെ പണം, സമയം, ഊർജ്ജം ലാഭിക്കാം. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം. എത്തിസ്റ്റ് എന്ന് പറയുന്നത് ലിബറേഷനാണ്, മനസ്സിലായില്ലേ? ആ ലിബറേഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഗുണമുണ്ട്. നിങ്ങൾ ഈ പറയുന്ന മുത്തപ്പൻ കോവിലേക്ക് പോകുന്നതിന് പകരം നിങ്ങൾ നല്ല ലൈബ്രറിയിലേക്ക് പോകും. നിങ്ങൾ മറ്റേ മരുത്തോമലയിലേക്ക് പോകുന്നതിന് പകരം വേറെ എന്നുണ്ടെങ്കിൽ ഒരു ബഞ്ചി ഡൈവിങ്ങിന് പോകും. നിങ്ങളുടെ സമയം ഇവിടെ ആകെ നിങ്ങൾക്ക് കുറച്ച് സമയമല്ല ഉള്ളൂ. അതിനെ മൂക്കിൽ വെക്കാൻ 2 കഷ്ണം പഞ്ഞി കിട്ടുന്നവരെ ഉള്ള ഒരു ടൈമാണ് നമുക്കെല്ലാം ഉള്ളത്. അത് നല്ല രീതിയിൽ വിനിയോഗിക്കാം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് എന്താ ഇപ്പം തോന്നുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെയിം അല്ലാതെ ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയാണുള്ളത്.
ജനാധിപത്യവും കമ്മ്യൂണിസമായിട്ടൊന്നും പൊരുത്തപ്പെടില്ല. ഇപ്പം നിങ്ങൾ കണ്ടോ അവരുടെ പാർട്ടി സംഘടന, ഒരു പോഷക സംഘടനയാണ് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. ഇത് മൂന്നും ഒരുമിച്ച് ഒരിടത്ത് എഴുതി വെക്കാനേ പറ്റത്തില്ല. ഇത് മൂന്നും കൂടെ ഒരിടത്ത് ഒരേപോലെ എഴുതി വെക്കാൻ പറ്റില്ല. സ്വാതന്ത്ര്യം, ജനാധിപത്യം ഓക്കെ നമുക്ക് സമ്മതിക്കാം, അതിൻ്റെ കൂടെ സോഷ്യലിസം എഴുതി വെച്ച് കഴിഞ്ഞാൽ പോയി. അതെന്താണ് വിരുദ്ധ ആശയമാണ്. പക്ഷേ ആൾദൈവങ്ങൾ, ആത്മീയ ഗുരുക്കൾ എന്ന ലേബലിൽ വരുന്നു, അവരിലേക്ക് കൂടുതൽ പേര് ആകൃഷ്ടരാകുന്നു. അങ്ങനെ സംഭവിക്കുന്നതിൽ ഒരു അപകടം എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്? കാരണം അവരെ കൂട്ടുപിടിക്കാൻ ഇന്ന് രാഷ്ട്രീയ പാർട്ടികളടക്കമുണ്ട്. അങ്ങനെ വരുമ്പോഴുള്ളൊരു അപകടത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കുന്നത്? എനിക്ക് ഈ പറയുന്ന പാർട്ടികൾ ഇത് എന്തുകൊണ്ട് നേരത്തെ ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് സീ. നിങ്ങളെന്തോ വിചാരിക്കുന്നറിയോ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ എന്തോ വലിയ നിരീശ്വരവാദ പാർട്ടിയാണ്, ഭയങ്കര ശാസ്ത്രീയ പാർട്ടിയാണെന്നൊക്കെ ഉള്ള ഒരു അന്ധവിശ്വാസം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെങ്ങനെയാണ് അമൃതാനന്ദമയിലേക്ക് പോയെന്നല്ലേ പച്ചയായ ചോദ്യം. എനിക്കിതിനകത്തൊന്നും ഒരു അത്ഭുതവും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കേരള കോൺഗ്രസ് പോലെ ഒരു പാർട്ടി എന്നേ ഉള്ളൂ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസികളുള്ള പാർട്ടിയാണ് CPM. കാരണം CPM ആണ് ഏറ്റവും വലിയ പാർട്ടി. 2ാം സ്ഥാനമായിരിക്കും കോൺഗ്രസ്സിന്, 3ാം സ്ഥാനമേ ഉള്ളൂ BJPക്ക്. കാരണം അവരെ നമ്പർ ഓഫ് പീപ്പിൾ വരുമ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ അന്ധവിശ്വാസികളാണല്ലോ കൂടുതൽ. അപ്പോൾ പിന്നെ CPM ചുമ്മാ അവർ പോസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അവർ സോഷ്യലിസത്തെ കുറിച്ച് സംസാരിക്കുന്നു. സോഷ്യലിസം വന്നാൽ അവർ ആദ്യം ഓടും. സോഷ്യലിസം ഈവൻ AKG സെൻട്രൽ സോഷ്യലിസം നടപ്പിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നാളെ അപ്പോഴേ ചാടും. ഇതൊക്കെ വെറും പൊട്ടത്തരമാണ് സത്യത്തിൽ. ഇത് എങ്ങനെ ഇത് ഇനി അതിനെക്കുറിച്ച് ഒരുപാട് പറയണം. എന്താണ് ഈ സോഷ്യലിസം എന്ന് പറയുന്ന സംഗതി? അതൊരു സാമ്പത്തിക സിദ്ധാന്തം എന്ന നിലയിലോ, ഒരു സാമൂഹിക സിദ്ധാന്തം എന്ന നിലയിലോ, ഒരു ഫിലോസഫി എന്ന നിലയിലോ ഒരു വാലിഡിറ്റി ഇല്ലാത്ത ഒരു സാധനമാണ്. മനസ്സിലായി? അങ്ങനെയല്ല ലോകത്ത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് സോഷ്യലിസ്റ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. പക്ഷേ പണ്ട് കണ്ട പോലെയല്ല ആൾദൈവങ്ങളിപ്പോൾ. പണ്ട് താങ്കളടക്കമുള്ള ആളുകൾ പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് നമ്മൾ കയ്യിൽ നിന്ന് ഭസ്മം എടുത്ത് കൊടുക്കുന്നത്, അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ അവർ ചെയ്യുന്നത്. അതെ, ഇപ്പോൾ മോട്ടിവേഷൻ അതായത് ഒരു ചെടി നമ്മൾ വളർത്തുന്നു, ആദ്യം നമ്മൾ എന്ത് ഇട്ട് കൊടുക്കും? വെള്ളം ഒഴിച്ചു കൊടുക്കും, ഒരു കൊച്ചു വളം അല്ലേ, അല്ലെങ്കിൽ ഒരു കൊച്ചു കുട്ടി വളർന്നു വരുന്നു, ആദ്യം കുറുക്ക് കൊടുക്കും അല്ലേ, പിന്നെ ഫാരക്സ്, പിന്നെ ഇങ്ങനെ കൊച്ചു കൊച്ചു ആഹാരങ്ങൾ, പിന്നെ ചോറ്, പിന്നെ മീൻ, ഇറച്ചി, ഇങ്ങനെയല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഏതൊരു സംഗതിയുടെയും വളർച്ചയുടെ ഘട്ടങ്ങളിൽ വ്യത്യസ്തമായ ആഹാരങ്ങളും വ്യത്യസ്തമായ സാഹചര്യങ്ങളും ഉണ്ടാകും. ഒരാൾദൈവം ആദ്യം വരുന്നത് ചിലപ്പോൾ എന്തെങ്കിലും എന്നും പറഞ്ഞൊരു എടുത്ത് കിടന്ന് വെള്ളം ഉണ്ടാക്കിയായിരിക്കും ആൾദൈവം ജനിക്കുന്നത്. അത് ക്ലിക്കായി കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകും. അത് മിറക്കിൾസ് ആയിരിക്കും, പുസ്തകങ്ങൾ, അമ്മ അത് ചെയ്തു ഇത് ചെയ്തു. ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഫാരക്സിൻ്റെയും കുറുക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അമൃതാനന്ദമയി കുറുക്കാർ ഇതേ രീതിയിലാണ് അമൃതാനന്ദമയും വളർന്നത്. അങ്ങനെ വളരാൻ കഴിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് സന്തോഷ് മാധവന് ചെറിയ ഒരു വശപ്പശ അവിടെ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന് അമൃതാനന്ദമയേക്കാട് വലിയ ആളാവേണ്ടെന്നാണ്. സന്തോഷ് മാധവനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ മടിയിൽ നിന്നാണ് പല സിനിമാ നടിമാരും നടന്മാരും ഒക്കെ ഇറങ്ങി ഓടിയെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വ്യാപ്തി ഉണ്ടായിരുന്ന, സ്വാധീനം ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ചെറിയ എന്തോ പറയുന്ന ഒരു ഇറർ സിസ്റ്റത്തിലൊരു മാൽവെയർ കയറിയതുകൊണ്ട് പുള്ളി ക്ലിക്കായില്ല. അങ്ങനെ ക്ലിക്കായ ഒരാളാണ്. നിങ്ങൾക്കറിയാമോ, ഞാനും ഇരുന്ന് സംസാരിക്കുമ്പോൾ ഈ കേരളത്തിൽ തന്നെ ഒരുപാട് ആൾദൈവങ്ങളിങ്ങനെ കുരുത്തു വരികയും അതിലേതാണ്ട് 99% നശിച്ചു പോവുകയും ചെയ്യുക. ക്ലിക്കാവുന്ന ദൈവങ്ങളെ വെച്ച് മാത്രമാണ് നമ്മൾ ഇതെങ്ങനെ വരുന്നത്. എല്ലാവരും ഒന്നും ക്ലിക്കാവുന്നില്ല. ഇപ്പോൾ ഗോപൻ സ്വാമി ക്ലിക്കായോ? ഇല്ല. ഗോപൻ സ്വാമി ക്ലിക്കാകത്തതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പങ്കുണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെയാണ് സൃഷ്ടിപരമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. താങ്കളുടെ പങ്ക് ശരിക്കും എനിക്കൊരു പങ്കെന്നല്ല, എനിക്ക് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ഉണ്ടാക്കുന്നറിയാം, പുരോഗമനപരമായ അല്ലെങ്കിൽ സൃഷ്ടിപരമായ ഗുണകരമായ സഹായകരമായ ശാസ്ത്രീയമായ കുറേ ആശയങ്ങളുടെ പരിസരങ്ങൾ ഉണ്ടാക്കി വെക്കും. ഈ ഹവയിൽ നമ്മളിത് കലർത്തി വിടുന്നു. ചെഡ് വലിച്ചു കയറ്റിക്കൊണ്ട് അവന് വെളിവ് വരുന്നു. അവൻ നല്ല ഒരു ബെറ്റർ പ്രിൻസി ആവുന്നു, ബെറ്റർ സുരേഷ് ആവുന്നു, ബെറ്റർ ഇതാവുന്നു. നമ്മൾ ആശയ പരിസരങ്ങൾ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗോപൻ സ്വാമിയുടെ സാധനം ഇവിടെ ഇതാകാതെ പോയത്? ചിലപ്പോൾ അത് ഉത്തർപ്രദേശിലാണെങ്കിൽ, അല്ലെങ്കിൽ മധ്യപ്രദേശിലാണ്, തമിഴ്നാട്ടിലാണെങ്കിൽ അത് ക്ലിക്കായതിന്. കേരളത്തിൽ ക്ലിക്കാവില്ല. നോട്ട് ബിക്കോസ് ഓഫ് നിങ്ങളീ പറയുന്ന പാർട്ടിയോ മിനിസ്ട്രിയോ ഒന്നുമല്ല. ആരായിരിക്കും നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഇത് പറയുന്ന ഇതിനകത്തെ വിഡിത്തങ്ങളും ഒക്കെ തുറന്നു കാട്ടുന്ന ഒരു സ്ട്രെയിൻ ഓഫ് തോട്ട്സ് ഇവിടെ വളരെ ഇതുണ്ട്. അതാണ് ലിറ്റ്മസിൽ. പക്ഷേ ഒരു അമ്പലം പണിത് കഴിഞ്ഞ് അവിടെ അവരൊരു അമ്പലം പണിത് കഴിഞ്ഞ് നിങ്ങൾക്ക് ലോകത്ത് എവിടെയെങ്കിലും ഒരു 5000 പേരെ എത്തീസം പറഞ്ഞുകൊണ്ട് ഒരു കൂരയ്ക്ക് കീഴിൽ എത്തിക്കാൻ പറ്റുമോ? അത് ഇന്നത്തെ യൂട്യൂബ് യുഗത്തിൽ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ ഒക്ടോബർ 19 രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി എടുത്തുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, നമ്മൾ തമ്മിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ, ആൾത്തിരക്കെ കാണുകയാണെന്ന് ചോദിക്കണം,
ഇത്രയും നിരീശ്വരവാദികൾ കേരളത്തിലുണ്ടോ, അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമുള്ളവർ കേരളത്തിലുണ്ടോ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല, ഒരിക്കലും വലിയ കാര്യമല്ല. ഇറ്റ്സ് നോട്ട് ബിഗ് ബട്ട് ഇറ്റ്സ് നോട്ട് സ്മോൾ. ഇത് ഇന്ത്യയിൽ വേറെ എങ്ങനെ നടക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആൾദൈവങ്ങളുടെ വളർച്ചകൾ, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ജ്യോതിഷത്തിൻ്റെ വളർച്ചകൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഭക്തിമാർഗത്തിലേക്ക് പോയി അത് പിന്നീട് മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ ചെന്നെത്തുന്ന രീതിയിലേക്ക് ആളുകൾ പോകുമ്പം, ഇന്നും അത് തുടരുമ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഇതുവരെയും? ഞാനിപ്പോൾ ഞങ്ങളൊരു ബ്രെയിൻ സർജറി എന്ന് പറയുന്ന പ്രോഗ്രാം നടത്തി ലിറ്റ്മസിൻ്റെ ഇതുമായിട്ട്. ഞാൻ മറൈൻ ഡ്രൈവിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തേ കണക്കൊരു കസേര ഇട്ടിരുന്ന് ഞങ്ങൾ ഇന്നലെ അപ്ലോഡ് ചെയ്തേ ഉള്ളൂ. ഫസ്റ്റ് ഡേയിലായിട്ട് 36,000 ആളുകൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കീഴിൽ ഒരു 10-300 കമൻ്റ് ഉണ്ട്. ഒരൊറ്റ കമൻറ്റ് പോലും ജ്യോതിഷത്തെ അംഗീകരിക്കുന്ന കമൻ്റ് അല്ല. നിങ്ങൾ പറയും ഇതെല്ലാം എൻ്റെ ഇതായിട്ടുള്ളവരാണ്, എന്നെ സപ്പോർട്ടേഴ്സ് ചെയ്യുന്നവരാണ് കമൻറ്റ് ഇട്ടേന്നായിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നത്. പക്ഷേ ഈ 36,000 ആൾക്കാർ ഫസ്റ്റ് ഡേ കണ്ടിട്ട് പോലും ഒരു കമൻറ്റ് പോലും ജ്യോതിഷത്തിന് അനുകൂലമായിട്ട് അവിടെ വീഴുന്നില്ല. ഞാനവിടെ പബ്ലിക്കായിട്ടിരുന്ന് ജ്യോതിഷത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഒരൊറ്റ ചോദ്യകർത്താവ് പോലും, ഒരുപാട് പേര് ചോദ്യം ചോദിക്കുന്നുണ്ട്. ആരും ഇത് വിശ്വസിച്ച് വരുന്നില്ല, അല്ലെ വിശ്വസിക്കുന്നവർ എന്നോട് ചോദ്യം ചോദിക്കുന്നുമില്ല. ചെറിയ മാറ്റമാണോ അത്? അല്ല. ഒരു പക്ഷേ വിശ്വാസികൾ വരാത്തതായിരിക്കും, ഞാൻ സമ്മതിച്ചു, കൂടുതൽ പേരും വിശ്വസിക്കുന്നതാണ്. പക്ഷേ നമ്മളങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കുക, അങ്ങനൊരു ബൗദ്ധിക ആശയ പരിസരം ഉണ്ടാക്കുക. ഇവിടെ നിങ്ങൾക്ക് ജ്യോതിഷത്തെക്കുറിച്ച് ഇത് പറയുന്ന നാണക്കേടാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ നമ്മളൊരു ആശയ പരിസരം ഉണ്ടാക്കുക. മനസ്സിലുണ്ട്? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇസ്രായേൽ പാലസ്തീൻ, നിങ്ങൾ പറഞ്ഞ ഇസ്രായേൽ, ഇപ്പോൾ പാലസ്തീനെ അനുകൂലമായി സംസാരിക്കാത്തവരൊക്കെ എന്തോ മനുഷ്യരല്ല എന്ന് തോന്നുന്ന രീതിയിൽ ബുദ്ധിജീവികൾക്കിടയിലും പിന്നെ എഴുത്തുകാർക്കിടയിലും സാംസ്കാരിക നായകന്മാർക്കിടയിലും ഒരു ബോധം ഉണ്ടാക്കുന്ന രീതിയിൽ ഉമ്മത്ത് പൊളിറ്റിക്സ് അവരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും കൂടെ വത്തക്ക കീറിയില്ലെങ്കിൽ എന്നെക്കുറിച്ച് അവരെന്ത് കരുതും, ഞാനും കൂടെ ഇതിന് പങ്കെടുത്തില്ലെങ്കിൽ എന്നെക്കുറിച്ച് എന്ത് തോന്നും എന്നുള്ള രീതിയിൽ ഈ ഒരു ഇതാണ് പറഞ്ഞ ആശയ പരിസരം ഉണ്ടാക്കുന്നത്. അത് പൊളിറ്റിക്സും നമ്മളും ചെയ്യുന്നത് അത് തന്നെയാണ്. ഈ ഇതേപോലെയുള്ള അന്ധവിശ്വാസങ്ങളെ ആഘോഷിക്കാൻ വൈമനസ്യം കാണിക്കുന്ന ഒരു സമൂഹം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒളിച്ച് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കുക. പക്ഷേ ഗാസയിൽ ഇപ്പോൾ സംഭവിക്കുന്നതിനെതിരെ നമുക്കങ്ങനെ കണ്ണടയ്ക്കാൻ പറ്റുമോ? കാരണം കൂട്ടക്കുരുതിയാണ് അവിടെ നടന്നിട്ടുള്ളത്. ഒരുപാട് അതാണ് ഫ്രീ പാലസ്തീൻ നമ്മൾ പറയുന്നത്. ഫ്രീ പാലസ്തീൻ ഫ്രം പക്ഷേ ചർച്ചകൾക്ക് ഫ്രീ പാലസ്തീൻ ഫ്രം ഹമാസ്. പക്ഷേ ഹമാസിന്റെ ചർച്ചകൾക്ക് ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ്ലി വരുന്നത്. ഇസ്രായേൽ ഒപ്പുവെച്ച സാധനം തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? ഇസ്രായേൽ അല്ലേ ഒപ്പുവെച്ചത്, ഹമാസ് ഒപ്പുവെച്ചിട്ടില്ല. ഫാക്ച്വലി യു ആർ റോങ്. ഹമാസ് 3 നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തിനാ വെക്കുന്നത്? ഹമാസിൻ്റെ കാര്യം, ഹമാസ് ഒരു സ്റ്റേറ്റ് പ്ലെയർ അല്ല. ഹമാസ് ബന്ദികളെ വിട്ടുകൊടുക്കുക. നിങ്ങളെപ്പോലുള്ള ആളുകളെയാണ് വലിച്ചഴിച്ചും മുടിക്ക് കുത്തിപ്പിടിച്ചും കൊണ്ടുവന്ന് പരസ്യമായി നഗ്നതാ പ്രദർശനവും നടത്തി റേപ്പും ചെയ്ത് കൊണ്ടുവന്ന് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഡെഞ്ചിയൻസിലൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 വർഷമായി. അവരെയും വിട്ടുകൊടുത്താൽ പോരെ? പക്ഷെ അതിന് പരിഹാരം കൂട്ടക്കുരുതി ആവുന്നത് എങ്ങനെയാണ്? കൂട്ടക്കുരുതി എന്ന് ആര് പറഞ്ഞു? ഗാസയിൽ നടന്ന ആക്രമണം കൂട്ടക്കുരുതി ആണെങ്കിൽ അതെങ്ങനെയാണ് ഇല്ലാതാക്കുന്നത്? ഹൗ ടു സ്റ്റോപ്പ് ഇറ്റ്? ഹൗ ടു സ്റ്റോപ്പ് ദീസ് കൂട്ടക്കുരുതി സോ കോൾഡ്? എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഗാസയിൽ മാത്രമല്ല നടക്കുന്നത്, പലയിടത്തും ഇപ്പോൾ നടക്കുന്നത്. ഇപ്പം യുക്രൈൻ, റഷ്യ, അതിൻ്റെ കാഷ്വാലിറ്റി 15 ലക്ഷമാണ്. നിങ്ങളിവിടെ 65,000 പേരുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് നിർത്തുന്നത്? 1200 പേരെ കൊന്നു അല്ലേ? അതിൽ 39 കുട്ടികളുണ്ടായിരുന്നു. അറിഞ്ഞായിരുന്നോ? എടുത്ത് തലക്കടിച്ചൊക്കെയാണ് കൊന്നത്. കുട്ടികളെ കൊല്ലുന്നതൊക്കെ മരിച്ചതിലും സ്ത്രീകളും കുട്ടികളുമാണ്. അതേ പറഞ്ഞത്. ഈ കുട്ടികളെ കൊല്ലുന്നതൊക്കെ ഡയറക്റ്റായിട്ട് ഷൂട്ട് ചെയ്തിട്ടിട്ടുണ്ട് അവർ. ഹമാസ് കണ്ടിട്ടുണ്ടോ? അത് ഇട്ടിട്ടുണ്ട്. ഡയറക്റ്റ് ഷൂട്ട് ചെയ്ത് ലൈവ് സ്ട്രീം ചെയ്തിട്ടുണ്ട്. വംശഹത്യ ലൈവ് സ്ട്രീം ചെയ്യുന്നതെന്നാണല്ലോ ഗ്രെറ്റ ടൺബർഗ് പറഞ്ഞത്. അത് ചെയ്ത ഹമാസാണ്. 1200 പേരെ ഒരു ദിവസം കൊല്ലുകയാണ്. ഈ കൊന്നു തീരുന്നതിന് മുമ്പേ, ഞാൻ പറയുന്നത് കേൾക്ക്, കൊന്നു തീരുന്നതിന് മുന്നേ ഇസ്രായേൽ വിരുദ്ധ പ്രകടനങ്ങൾ ലോകത്തെമ്പാടും തുടങ്ങി. ഏതാണ്ട് ഒരു ദിവസം എടുത്ത് ഹമാസ് കശാപ്പ് പൂർത്തിയാക്കാൻ. അതിനു മുന്നേ പല യൂറോപ്യൻ സ്ഥലങ്ങളിലും ഇസ്രായേൽ വിരുദ്ധ ജൂതവിരുദ്ധ പ്രകടനങ്ങൾ തുടങ്ങി. ഇത് തീർത്തിട്ടില്ല. കൊന്നു തീരുന്നതിന് മുന്നേ തന്നെ ഇരവാദത്തിൻ്റെ പടച്ചട്ടയായിട്ട് ഉമ്മത്ത് രംഗത്തിറങ്ങി. ബ്രിട്ടനിൽ 4ാമത്തെ മണിക്കൂറിൽ ഇത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ 4ാമത്തെ മണിക്കൂറിൽ ലണ്ടൻ പോലീസിന് അപേക്ഷ കൊടുത്തു, ഞങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ ഒരു പാലസ്തീൻ അനുകൂല ഇസ്രായേൽ വിരുദ്ധ റാലി നടത്തണമെന്ന്. മനസ്സിലായോ? അതായത് ഇത് സ്ക്രിപ്റ്റഡ് സാധനമാണിത്. ഇത് ആക്രമിക്കുക, ഇതിന് ചൂടാറുന്നതിന് മുമ്പ്. ഈ ബന്ദികളുടെ പടം ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിരത്തി വെച്ചേക്കുന്നത് ബന്ദികളുടെ പടം ഉണ്ടായിരുന്നു. ഈ പടങ്ങൾ പറ്റിയ പോസ്റ്റർ യൂറോപ്യൻ നഗരങ്ങളിൽ ഒറ്റ വാളിൽ വാക്കിയില്ല. ഈ ബന്ദികളുടെ, അതായത് വലിച്ചഴിച്ചുകൊണ്ട് പോയ ആളുകൾ, എന്നാലോചിച്ച് നോക്കുക. നിങ്ങളുടെ അതേ പ്രായമൊക്കെ ഉള്ള
സ്ത്രീകളെയൊക്കെയാണ് കൊണ്ടുപോയത്. പക്ഷെ ഗാസയിലെ കം ടു ദാറ്റ് അവരൊറ്റ പോസ്റ്റ് നിന്നില്ല. അപ്പോൾ ഒരു ദിവസം കൊണ്ട് നടന്ന കാര്യമാണ് ഇതെല്ലാം. അപ്പോൾ ഇത് തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ പറയുന്ന ഈ ഗാസയിലെ എന്ന് പറഞ്ഞു തുടങ്ങിയില്ല, അത് അന്നേ തുടങ്ങി. അതായത് ജൂതനെ കൊന്നു തീരുന്നതിന് മുമ്പേ, അവൻ്റെ ശവത്തിൻ്റെ ചൂടാറുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന വത്തക്ക പ്രക്ഷോഭങ്ങൾ തുടങ്ങി. ഞാനിപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മളിപ്പോഴും നമ്മുടെ മുന്നിലേക്ക് കിട്ടുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്, ഗാസയിൽ ഒരുപാട് കുട്ടികൾ ഒരു നേരത്തെ വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ അവിടെ ബുദ്ധിമുട്ടുന്ന ആളുകൾ. നമ്മൾ ഇപ്പൊ കേരളത്തിൽ നിന്ന് കുറച്ച് ആളുകൾ വെള്ളം എത്തിച്ചപ്പോൾ അവർക്ക് നന്ദി പറഞ്ഞ മലയാളികൾ വെള്ളം. നിങ്ങൾ എങ്ങനെയാ ഒരു അന്ധവിശ്വാസിയായിരുന്നു? ഇത് നിങ്ങൾ ഈ കാണുന്ന സോഴ്സുകളെല്ലാം നിങ്ങൾ വിശ്വസിക്കുകയാണ്. ഒരു കേരളത്തിൽ നിന്ന് വെള്ളം എത്തിച്ചു എന്ന് പറയും, എങ്ങനെയായിരിക്കും എത്തിച്ചിട്ടുണ്ടാവുക? അവിടെ ഗാസയിൽ ആർക്കും പോകാൻ പറ്റില്ല. ഏതെങ്കിലും വണ്ടിക്കാർക്ക് പൈസ കൊടുത്താണോ? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇരിക്കുന്ന താങ്കളെപ്പോലെ ഒരാൾക്ക് അവിടെ വെള്ളം എത്തിക്കാൻ കഴിയുവാണെങ്കിൽ അവിടെ എന്നാലോചിച്ചു, നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ നൈജീരിയയിലോ അല്ലെങ്കിൽ സുഡാനിലോ ഇതേ കണക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ വെള്ളം എത്തിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അവിടെ ഒരു ഫ്ലോട്ടിൽ അങ്ങോട്ട് വിടാൻ പറ്റുമോ? വിടാൻ പറ്റുമോ? ആക്ച്വലി പലസ്തീൻ ഈ പറയുന്ന ഗാസ എന്ന് പറയുന്ന സ്ഥലത്തിൽ അവിടുത്തെ ആളുകൾക്ക് കഴിക്കാൻ വേണ്ടതിലധികം ആഹാരം അവിടെ എത്തിയിട്ടുണ്ട്. അത് മുഴുവൻ ഈ ഹമാസ് എന്ന് പറയുന്നവർ ലോറികൾ ആക്രമിച്ചിട്ട് അവരെ താവളത്തിൽ കൊണ്ടുപോയിട്ട് കൊള്ളയടിച്ച് കൊണ്ടുപോയിട്ട് ആ സാധനങ്ങൾ അവർ 3 ഇരട്ടി 4 ഇരട്ടി വിലയ്ക്ക് വിൽക്കുകയാണ്. ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതാണ് അവിടെ സംഭവിക്കുന്നത്. അവിടെ ഇപ്പോൾ എന്താ ഞാൻ ചോദിക്കട്ടെ, ഒരു 1.5-2 മാസമായിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഇപ്പോൾ ഒക്ടോബറായി, നിങ്ങൾ അവിടെ പട്ടിണി മരണത്തെക്കുറിച്ച് കേൾക്കുന്നു, ഭക്ഷണം ഇല്ലെന്ന് കേൾക്കുന്നു. പെട്ടെന്ന് അവിടെ ഭക്ഷണം വന്നോ? ഇല്ല, പട്ടിണി മരണം പട്ടിണി മരണം അതൊക്കെ അവിടുന്ന് വരുന്ന ചിത്രങ്ങളെല്ലാം ഈ പട്ടിണി മരണം എന്ന് പറഞ്ഞ് ഒരു എല്ലും തോലുമായിട്ടുള്ള സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കാണിക്കുന്നുണ്ട്. ആ കുട്ടികളെ പിടിച്ചിരിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവർക്ക് പട്ടിണി, അവർ നല്ല ഫിറ്റ് സെറ്റപ്പിലാണ്. അതിനടുത്തിരിക്കുന്ന അനിയൻ ചേട്ടൻ കുട്ടികളെ ശ്രദ്ധിച്ചോ? നോക്കിക്കഴിഞ്ഞാൽ മതി. പട്ടിണി മരണമാണെങ്കിൽ എല്ലാവരും ഒരേപോലെ ഇതായിട്ടിരിക്കും. ഇത് ജനിതക രോഗങ്ങളാണ് അവർക്ക് ഈ ആഹാരം കഴിച്ചാൽ കഴിഞ്ഞാലും ഭയങ്കരമായിട്ടത് ഈ ചില രോഗങ്ങളുണ്ട്. ആ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആഹാരം ഇല്ലായ്മ അല്ല അത് പ്രശ്നം. സ്കൂളുകൾ, ആശുപത്രികൾ ഇതൊക്കെ ആക്രമിക്കപ്പെടുമ്പോൾ, സ്കൂളുകൾ ആശുപത്രികൾ എന്തിനാണ് ആക്രമിക്കുന്നത്? ഇസ്രായേൽ എന്തിനാണ് ആക്രമിക്കുന്നത്? ഇസ്രായേലിന് സ്കൂളും, ഞാൻ ചോദിക്കട്ടെ, ഇസ്രായേലിന് അവിടെ ആളുകളെ കൊല്ലാനാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂക്ലിയർ ശക്തിയാണ് ഇസ്രായേൽ. ഇപ്പോൾ റഷ്യ ഡമാസ്കസിൽ ബോംബിട്ടു, അല്ലെങ്കിൽ യുക്രൈനിൽ ബോംബിടുന്നു, മിസൈൽ ഇടുന്നു. അല്ലെങ്കിൽ ഹമാസ് തന്നെ ഒരു ദിവസം 6000 റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് വിട്ടത്. അത് കണക്കങ്ങ് വിട്ടാൽ പോരെ, എവിടെ ഇരുന്നാൽ പോരെ, അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ, ആളുകൾ ചത്തോളത്തില്ലേ? ഇവരെന്തിനാണ് വെറുതെ ഈ മെസ്സേജ് കൊടുക്കുന്നത്? എന്തിനാണ് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്? എന്തിനാണ് ലഘുലേഖകൾ വിതരണം ചെയ്യുന്നത്? എന്തിനാണ് ഇവിടുന്ന് ആളുകളെ അങ്ങോട്ട് മാറ്റുന്നത്, ആളുകളെ ഇങ്ങോട്ട് മാറ്റുന്നത്? ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദികൾ അവർ സ്കൂളുകളിലും വിദ്യാലയങ്ങളിലും ഹോസ്പിറ്റലുകളിലും UN കേന്ദ്രങ്ങളിലും മറ്റ് ജനവാസ കേന്ദ്രങ്ങളിലാണ് അവർ ഈ സാധനമെല്ലാം കൊണ്ടുവച്ചിരിക്കുന്നത്. അവർ ഒളിച്ചിരിക്കുന്നത്, അവർ ഡ്രസ്സിൽ പോലും അല്ല ഇരിക്കുന്നത്. പാലും വെള്ളം എന്ന രീതിയിൽ ഇരിക്കുകയാണ്. അവർ ഫൈറ്റ് ചെയ്യുന്നൊന്നുമില്ല. അവർ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആംബുഷ് ചെയ്യാനായിട്ട് കുറച്ച് ബൂബി ട്രാപ്പും വെച്ചിട്ട് അവർ ജനങ്ങളോട് ഒപ്പം ചേർന്നിട്ട് വരുന്ന ആഹാരങ്ങളെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് ആ കൊള്ളയടിച്ച ആഹാരങ്ങൾ 3 ഇരട്ടി വിലയ്ക്ക് വിറ്റുകൊണ്ട് ഇപ്പോഴും അവർ ആ ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറിന് പറയാൻ പറ്റുമോ പലസ്തീൻ്റെ മണ്ണ് ഇസ്രായേൽ കവർന്നെടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോ ഈ ഗാസയാണ് ഉദ്ദേശിക്കുന്നത് പൊതുവിൽ ഞാൻ പറയുന്നത്. ഇപ്പൊ മാപ്പ് ഒരു മാപ്പ് കഴിഞ്ഞ വർഷങ്ങളിൽ പ്രചരിച്ചൊരു മാപ്പ് ഉണ്ടായിരുന്നു. പലസ്തീന്റെ ഇസ്രായേൽ, എങ്ങനെയാണ് ഇസ്രായേലിന്റെ അധിനിവേശം കടന്നു കയറിയത് എന്ന് കാണിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഇടതുപക്ഷ CPM അനുകൂലിയാണോ? അല്ല. ഓക്കെ. ഈ മാപ്പ് ഞാൻ സാധാരണ ഇങ്ങനെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പേറാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള അവരെയാണ്. ഞാൻ ബേസിക്കലി നോക്കട്ടെ, ഈ മാപ്പിനെ കുറിച്ചൊക്കെ എത്രയോ മുന്നേ ഡീബങ്ക് ചെയ്തിട്ടുള്ള സാധനമാണ്. ഇങ്ങനെയൊന്നും അല്ല. ഈ പറഞ്ഞ ഗാസ ഇസ്രായേൽ കൈപ്പെടുത്തിയെന്നല്ലേ പറയുന്നത്? ശരിയാണ്. ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ അതിനകത്ത് കയറി, ശരിയാണ്. അതിനു മുന്നേ ഗാസ ആരെയിലായിരുന്നു? പലസ്തീനിലായിരുന്നു. ഗാസ ഈജിപ്തിൻ്റെ കോളനിയായിരുന്നു. ഇതാരാ നേടിയെടുത്തത്? പിന്നെ പലസ്തീൻ്റെ ഭാഗമാവുന്നുണ്ടല്ലോ. നോ ലെറ്റ് ഈജിപ്തിൻ്റെ കോളനിയാണ് 1967 വരെ ഗാസ. ആ ഗാസ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുന്നത് ചോരയും നീരും കൊടുത്ത്, ജൂതന്മാരുടെ ചോരയും നീരും കൊടുത്ത് 67 ഗാസ പിടിച്ചെടുക്കുന്നത് ഇസ്രായേലാണ്. അപ്പോഴാണ് അവർ പറയാൻ തുടങ്ങുന്നത് ഇസ്രായേലാണ് ഈ പറയുന്ന ഗാസയെ പാലസ്തീനാണ്. അതുവരെ 1964 PLOയുടെ ചാർട്ടറിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഗോലാൻ ഹൈറ്റ്സ്
ഇൻ ദ ഹാൻഡ്സ് ഓഫ് സിറിയ. വെസ്റ്റ് ബാങ്ക് ജോർഡൻ്റെ കയ്യിരിക്കുന്നു. ഗാസ ഈജിപ്തിൻ്റെ കയ്യിരിക്കുന്നു. ഈ മൂന്നും പാലസ്തീൻ അല്ല എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. 1964 PLO യാസർ അറാഫത്ത് വായിച്ചു നോക്കൂ. ഇത് മൂന്നും പാലസ്തീൻ അല്ല. ഈ ഗാസ എന്ന് പറയുന്ന പാലസ്തീൻ എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ പാലസ്തീൻ അല്ലെന്ന് പറഞ്ഞിട്ടുള്ളത് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനാണ്. അവരുടെ ചാർട്ടറിലുണ്ടത്. 67 എന്ത് ചെയ്തു? 6 ഡേ വാർ വരുന്നു. 6 ഡേ വാർ വരുമ്പോൾ ഇസ്രായേലിനെ വീണ്ടും കൂട്ടം കൂടി ആക്രമിക്കുന്നു അറബ് രാജ്യങ്ങൾ. ഇസ്രായേൽ അതിനെ റിപ്പൽ ചെയ്യുന്നു. റിപ്പൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗാസ പിടിച്ചെടുക്കുന്നു ഈജിപ്തിൻ്റെ നിന്ന്, ജോർഡനിൽ നിന്ന് വെസ്റ്റേൺ ബാങ്ക് പിടിച്ചെടുക്കുന്നു, സിറിയയുടെ നിന്ന് ഗോലാൻ ഹൈറ്റ്സ് പിടിച്ചെടുക്കുന്നു. ഇത് മൊത്തം ഇസ്രായേലിൻ്റെ ആവുന്നു. അപ്പോൾ PLO പ്ലേറ്റ് മാറ്റി എന്ത് പറയാൻ തുടങ്ങി? ഗോലാൻ ഹൈറ്റ്സും ഞങ്ങളുടേതാണ്, വെസ്റ്റ് ബാങ്ക് ഞങ്ങളുടേതാണ്, ഗാസയും ഞങ്ങളുടേതാണ്. 67 വന്ന മുദ്രാവാക്യമാണ്. ഇതൊരു പടപ്പാണ്. ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയാം, ഹിസ്റ്റോറിക്കലായിട്ട് എവർ പറയുന്ന പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും അങ്ങനെ ഒരു രാജ്യമേ ഇല്ല. അങ്ങനെ ഒരു രാജ്യമില്ല, അങ്ങനെ ഒരു ജനതയില്ല, അങ്ങനെ ഒരു ഭാഷയില്ല, അങ്ങനെ ഒരു സംസ്കാരവും ഇല്ല. പിന്നെ എങ്ങനെയാണ് പലായനം ചെയ്യപ്പെട്ടത്? അത് ഞാൻ ആദ്യം നിങ്ങളോട് ചോദിച്ചത്, നിങ്ങൾ ഒരു ഈ വിപ്ലവ ആണോ എന്ന് ചോദിച്ചത്. കാരണം ഇത്തരം അന്ധവിശ്വാസങ്ങൾ കൊണ്ടുകിടക്കുന്ന അവർ മാത്രമാണ്. ദേ സ്പീക്ക് അറബ്, ദേ ആർ ബേസിക്കലി അറബിക്. ഗാസയിലുള്ള ഒരു 90-80% ആളുകളും എവിടുത്തെ വരാം? ഈജിപ്ഷ്യൻസാണ്. ഈ സിൻവർ ആയാലും യാസർ അറാഫത്ത് ആയാലും എല്ലാം ഈജിപ്ഷ്യൻ. അവരുടെ പേര് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പിന്നെ ഈ കഫി കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചുറ്റുന്ന? ഇപ്പോൾ എല്ലാ സഹാക്കന്മാരൊക്കെ അങ്ങനെ. അത് എവിടുന്ന് വരുന്നത്? കുഫ എന്ന് പറയുന്നൊരു സ്ഥലമാണ്, ഇറാഖിലെ സാധനമാണത്. പാലസ്തീൻ്റെ കൊടി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പത്തക്ക. അതെന്താ അറിയോ? ജോർഡൻ്റെ കൊടി ജസ്റ്റ് ഒന്ന് മ്യൂട്ടേറ്റ് ചെയ്താൽ. ഈ പാലസ്തീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് പാലസ്തീൻ എന്ന് പറയുന്നതിനകത്ത് ജോർഡനും ഇപ്പോഴത്തെ ഇസ്രയേലും ബാക്കിയുള്ള എല്ലാ സ്ഥലവും വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇസ്രയേലും പാലസ്തീനാണ്. ഇച്ചിരി കട്ടിയായിപ്പോല്ലേ? തന്നെയാണ് ഞാനും പറഞ്ഞത്. പാലസ്തീൻ ആയിരുന്നല്ലോ, അവിടെ നിന്നാണ് ഇസ്രായേൽ അപ്പോൾ വരുന്നത്. ഞാൻ കൂടെ ഇന്ത്യ, ബംഗ്ലാദേശ് ഇന്ത്യയാണോ? അല്ല. പാകിസ്ഥാൻ ഇന്ത്യയാണോ? പക്ഷേ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇന്ത്യ അല്ലായിരുന്നു. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഇങ്ങനൊരു രാജ്യം ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത്. പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല, ഇനി ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ വളരെ കുറവാണ്. നിങ്ങൾ ഈ തെരുവിലൂടെ ഇങ്ങനെ വത്തക്ക മുറിച്ചുകൊണ്ട് മറ്റുള്ള ഒരു മനുഷ്യരാണോ എന്നൊക്കെ ചോദിച്ച് പ്രകടനം നടത്തിയിട്ടൊന്നും വലിയ കാര്യമില്ല. അടിസ്ഥാന യാഥാർത്ഥ്യം എന്നുള്ളത് അവിടെ നടക്കുന്ന, ഇപ്പം ഒരു ഫ്രീഡം അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഗാസയ്ക്ക് നല്ല സ്കോപ്പുണ്ട്. ഇസ്രായേൽ അവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കോളും, അവരുടെ ബന്ദികളെയും കൊടുത്താൽ മതി. ഫ്രീ പാലസ്റ്റീൻ ഫ്രം ഹമാസ്. ഓക്കെ സാർ, സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സമയം സഹകരിച്ചതിന് വളരെ നന്ദി. താങ്ക് യു.